പ്ലാൻ ചെയ്തേക്കുന്നത്. സംഘപ്രവർത്തനം തുടങ്ങി ഇന്ന് വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ്. സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ചില സംഭവങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. 1982 വിശാല ഹിന്ദു സമ്മേളനം. നമുക്കറിയാം, മൊത്തം കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വലിയൊരു ഹിന്ദു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലൊരു നാഴികക്കല്ലായിരുന്നു. അതുവരെ കർക്കിടക മാസം എന്നുള്ളത് പഞ്ഞമാസം എന്നുള്ള തലത്തിൽ തന്നെ പറഞ്ഞു വന്നിരുന്നു. അതിന് 82 വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചു. കർക്കിടക മാസം പഞ്ഞമാസമല്ല, ഭക്തിയുടെ അന്തരീക്ഷമാണ്, അത് രാമായണ മാസമായിട്ട് ആചരിക്കാവുന്നതാണ്. നമ്മുടെ വിദഗ്ധ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അതേ പ്രവർത്തനം ഏറ്റെടുത്തു. എല്ലാ വീടുകളിലും രാമായണ പാരായണം കർക്കിടക മാസം നടക്കണം, ഗ്രാമങ്ങൾ തോറും നടക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയി. പക്ഷേ 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ പ്രകടമായ മാറ്റം നമുക്കിന്ന് മനസ്സിലാവും. കർക്കിടക മാസം എന്ന് മൊത്തം കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ വൃശ്ചികമാസം പോലെ തന്നെ മൊത്തം ഭക്തിയുടേതായ അന്തരീക്ഷം, എല്ലാ വീടുകളിലും അലയടിക്കുന്നൊരു അന്തരീക്ഷം. കേവലം അതിനു മുമ്പുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വളരെ മുന്നോട്ടുള്ള പോക്ക്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് 86 ഹിന്ദു സംഗമം നടന്നു. വീണ്ടും നമ്മൾ തീരുമാനിച്ചു മതം മാറ്റത്തിനെതിരെയുള്ള പ്രവർത്തനം അതിശക്തമാക്കണം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കപ്പെടുന്നു. നമുക്കത്ര പരിചയം ഉണ്ടാവില്ല. എങ്കിലും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒറ്റ ക്ഷേത്രങ്ങൾ പോലും തിരികെ എത്തിക്കാൻ അവസ്ഥയില്ലാത്ത നിലയിലില്ല. എല്ലാം നല്ലൊരു ഉയർന്ന നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. 80-86 കാലഘട്ടങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെല്ലാം ഒരു നാമാവശേഷമായ അവസ്ഥ തന്നെയായിരുന്നു. നമ്മുടെ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം വന്ന സമയത്ത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചുവെന്ന് അത് ശക്തമായിട്ട് അവർ പ്രചരിപ്പിച്ച സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്നവരെയും കുരുതൊടുന്നവരെയും കാവുകൊണ്ടിടുന്നവരെയും എല്ലാം ഒരു അപരിഷ്കൃത സമൂഹമായിട്ട് പുതിയ സമൂഹം കണ്ടിരുന്നു. അതിൽ നിന്ന് പ്രകടമായ മാറ്റം വരുത്താൻ നമ്മുടെ അതിനുശേഷമുള്ള ഹിന്ദു സംഗമത്തിന് ശേഷം നടന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാന്തീയ സാംഘികം സംഘത്തെ സംബന്ധിച്ച് അതിപ്രധാനമായൊരു കാര്യം അറിയാം. നമ്മളിപ്പോൾ പല മുതിർന്ന കാര്യകർത്താക്കളെയും കണ്ടു. നമ്മളിവിടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതലുള്ള മുഖ്യക്ഷന്മാരെ കണ്ടു. 50 മുതലുള്ള ഇപ്പം 70-80 വയസ്സൊക്കെയായി വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക അസ്വസ്ഥത. ഇപ്പം നമ്മൾ ഈ കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവരും പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി. അതിനുള്ള പങ്കെടുക്കണമെങ്കിൽ പൂർണ്ണ ഗണവേഷം വേണം, അത് മേടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവരെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ നാഴികക്കല്ലായൊരു നിമിഷത്തിൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് നിർണായകമായ കാലഘട്ടമാണ്. നമ്മൾ അധികം ആരും തന്നെ ഇതിനു മുമ്പുള്ള ഹിന്ദു സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ല, അതിലും ചരിത്രപരമായ നാഴികക്കല്ലായ നിമിഷമാണ്. ലോകം ഉറ്റുനോക്കുന്നൊരു സമ്മേളനമാണ്. കാരണം ഗിന്നസ് ബുക്കിൽ പോലും അത് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കുവാണ്. കാരണം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പേര് യൂണിഫോമിൽ പങ്കെടുക്കുന്നൊരു പരിപാടി സർക്കാർ ഇതര സംവിധാനത്തിൽ നടക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം ഉറ്റുനോക്കുന്നൊരു പരിപാടി, ചരിത്ര നിമിഷത്തിൽ പങ്കാളികളാവാൻ കിട്ടുന്നൊരവസരം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ ചിലപ്പോൾ ഇതുപോലൊരു സംഭവം ചിലപ്പോൾ നടക്കില്ല. മറ്റു പല കാര്യങ്ങളും നടക്കും. പക്ഷെ ഇത്തരത്തിലുള്ളൊരു കാര്യക്രമം അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളുള്ള 7-ാം തീയതി 17 ദിവസം ഒരു യുദ്ധം നിൽക്കുന്ന സൈനിക അതിൻ്റെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പൂർണ്ണമായി അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പരിപൂർണമായിട്ട് സഹകരിക്കാൻ തയ്യാറാവണം. അപ്പം ഈ വരുന്ന ഹിന്ദു മുന്നേറ്റങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചത് മതം മാറ്റം, മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സമൂഹം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു കണ്ണീരൊപ്പാനുള്ള പ്രവർത്തനം. എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഈ തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.